ഹലോ! വെൽക്കം ബാക്ക് ടു ക്രോഷേ വിത്ത് മീ 7 ഡേയ്സ് സീരീസ്. അപ്പോൾ ഇന്ന് നമ്മുടെ 7 ഡേയ്സിലെ 4th ഡേ ആണ് കേട്ടോ. ഇന്ന് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഫ്ലഫി ഫ്ലവേഴ്സാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആക്രിലിക് ക്യാനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ സിസർ, ഒരു നീഡിൽ, പിന്നെ നമ്മുടെ മാച്ചിങ് ഹുക്ക് കൂടിയാണ് വേണ്ടത്. അപ്പോൾ ഹുക്ക് സൈസ് നോക്കി നിങ്ങൾക്ക് എടുക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് നോക്കിയിട്ട് നിങ്ങളുടെ ഹുക്ക് സൈസ് എടുക്കുക. ഈ ഫ്ലവറിൻ്റെ ബേസിക് ഒരു മാജിക് റിങ് തന്നെയാണ് കേട്ടോ. ഇനി 6 പെറ്റൽസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടം 5 പെറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാജിക് റിങ് ആണ്, ആദ്യം പറഞ്ഞതുപോലെ. അപ്പോൾ നമ്മുടെ വിരലിൽ ഇതേപോലെ എക്സ് മാർക്ക് വരുന്നത് പോലെ നമ്മൾ ഈ ഒരു യാൺ ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ ഹുക്ക് കൊണ്ട് ഇതിനകത്തൂടെ പോയിട്ടുള്ള ഒരു യാണിൻ്റെ തലപ്പ് ഇതേപോലെ നമ്മൾ പുള്ളി ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ കൈയുടെ പുറകുവശത്തേക്ക് നോക്കിയാൽ 2 നൂല് ഇതുപോലെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് നിന്ന് ഈ സൈഡിലുള്ള യാനാണ് നമ്മൾ പുള്ളി ചെയ്ത് ഇവിടെ ഒരു കെട്ടുണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ബേസിക് സ്റ്റിച്ചസിൻ്റെ വീഡിയോയിൽ മാജിക് റിങ്ങും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടിരിക്കണം കേട്ടോ. കാരണം ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചസ് അതിൽ പറയുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഈ ഫ്ലവറിന് വേണ്ടി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു സിംഗിൾ ക്രോഷയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാജിക് റിങ്ങിലേക്ക് സിംഗിൾ ക്രോഷയെ പെർഫോം ചെയ്യുവാണ്. അപ്പോൾ അതിനുവേണ്ടി എസ്പെഷ്യലി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ആക്രിലിക് ക്യാനാണ്. 100% ആക്രിലിക് ആണ് ഇത്. അതുകൊണ്ട് കുറച്ച് തെന്നിപ്പോകുന്ന ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് ഈ ഒരു യാൺ കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതേപോലെ ഹുക്ക് ഈ ഒരു മാജിക് റിങ്ങിൻ്റെ അകത്തേക്ക് പോയി ഒരു പ്രാവശ്യം യാൺ പുള്ളി ചെയ്തെടുത്ത് രണ്ടാമതും ഈ 2 ലൂപ്പിൽ കൂടെയും ഒരു പ്രാവശ്യം കൂടെ യാൺ പുള്ളി ചെയ്ത് കൊണ്ടുപോയിട്ടാണ് ഒരു സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ 6 സിംഗിൾ ക്രോഷയാണ് ഈ ഒരു മാജിക് റിങ്ങിൽ ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് 6 പെറ്റൽസ് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് 4 പെറ്റൽസ് മതി അല്ലെങ്കിൽ 5 പെറ്റൽസ് മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്രയും എണ്ണം മാത്രം സിംഗിൾ ക്രോഷേ ഇവിടെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ 6 എണ്ണം എടുത്തു എന്ന് മാത്രം. 5 എണ്ണം ചെയ്യുന്നവർ 5 സിംഗിൾ ക്രോഷേ മാത്രം ഇവിടെ ചെയ്യുക. വൺസ് നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു മാജിക് റിങ് ഇവിടെ ക്ലോസ് ചെയ്യുവാണ്. മാജിക് റിങ് ക്ലോസ് ചെയ്യുന്ന ഐഡിയ ഒക്കെ അറിയാലോ അല്ലേ? അതിൻ്റെ അപ്പുറത്തെ തലപ്പ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക്കലി ടൈറ്റ് ആയിക്കോളും. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു അപ്പുറത്തെ എൻഡ് എന്ന് പറയുന്നത് പുറകുവശത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് ഈ ഒരു മാജിക് റിങ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് റൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു സിംഗിൾ ക്രോഷയുടെ അകത്തേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 6 സിംഗിൾ ക്രോഷയാണ് നമ്മളിവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമതുള്ള സിംഗിൾ ക്രോഷയിലേക്കാണ് നമ്മൾ ഇനി ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതേപോലെ ആ ഒരു സിംഗിൾ ക്രോഷയുടെ 2 ലൂപ്പിലൂടെ നമ്മുടെ ഹുക്ക് കയറ്റി വിട്ടതിൻ്റെ ശേഷം ഇതേപോലെ യാൺ പുള്ളി ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ടത് തീർന്നില്ല, അതങ്ങനെ തന്നെ നമ്മളുടെ ഓൾറെഡി ഹുക്കിലുണ്ടായിരുന്ന ആ ഒരു ലൂപ്പിൻ്റെയും അകത്തുകൂടെ ഇതേപോലെ എടുക്കുമ്പോഴാണ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആവുന്നത്. ഇപ്പോഴാണ് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആവുന്നത്. ഇനി നമ്മൾ അടുത്തത് പെറ്റൽസിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ പെറ്റലിന് വേണ്ടിയിട്ട് നമ്മൾ കറൻറ്റ്ലി എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് തന്നെ 2 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ഹുക്കിലുള്ള ആ ഒരു ലൂപ്പിനകത്തേക്ക് ഒരു ലൂപ്പ് കൂടെ പുള്ളി ചെയ്തെടുക്കുന്നു എന്ന് മാത്രം, സിമ്പിളാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രബിൾ ക്രോഷേ സ്റ്റിച്ചാണ്. ട്രബിൾ ക്രോഷേക്ക് വേണ്ടി നമ്മൾ 2 പ്രാവശ്യം നമ്മുടെ ഹുക്കിൽ ഇതുപോലെ യാൺ ചുറ്റി കൊടുത്തിട്ട് എവിടെയാണോ നമ്മൾ ആ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തത് ആ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് യാൺ പുള്ളി ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നോക്കിയാൽ ഇപ്പോൾ 4 ലൂപ്പ് നമ്മളുടെ ഹുക്കിൽ ഇതേപോലെ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ യാൺ ഇതേപോലെ ചുറ്റിയെടുത്തിട്ട് ഫസ്റ്റത്തെ 2 ലൂപ്പിലൂടെ മാത്രം പുറത്തേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇനി ടോട്ടൽ ഒരു 3 ലൂപ്പ് ഇനിയും നമ്മുടെ ഈ ഒരു ഹുക്കിൽ ബാക്കിയുണ്ട്. ഇനി ചെയ്യുന്നത്
ഇനി അതിന് മുന്നേ നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് പിടിച്ചു കൊടുക്കാൻ മറക്കരുത്. കാരണം ആക്രിലിക് ക്യാനാണ്, അത് ലൂസായി പോവും. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫസ്റ്റത്തെ 2 ലൂപ്പിൽ കൂടെയും അത് കഴിഞ്ഞ് രണ്ടാമത്തെ 2 ലൂപ്പിൽ കൂടെയും ഇതുപോലെ ഞാൻ പുള്ളി ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ഇതാണ് ഒരു ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ ക്രോഷേ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ രണ്ടാമത്തത് ചെയ്യാൻ പോവുകയാണ്. ആ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് കേട്ടോ. എസ്പെഷ്യലി ആക്രിലിക് ക്യാൻ ആവുമ്പം ഇവിടെ ഇനി സ്പേസ് ഇല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ കുറച്ച് ആ ഒരു സ്റ്റിച്ചിനെ അങ്ങോട്ട് നീക്കി കൊടുത്താൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഇനിയും ഒരുപാട് സ്പേസ് ഉണ്ടാവും. അപ്പം അങ്ങനെയൊന്നും ഓർത്ത് അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ വർക്ക് ചെയ്യരുത്. ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒരൊറ്റ സ്റ്റിച്ചിലാണ് കേട്ടോ, ഈ ഒന്നാമത്തെ സ്റ്റിച്ചിൽ. നമ്മൾ ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്തു, 2 എണ്ണം ചെയ്തു. ഇനി മൂന്നാമത്തെയാണ് ചെയ്യാൻ പോകുന്നത്. 3ഉം സെയിം സ്റ്റിച്ചിലാണെന്ന് മാത്രം. നമുക്ക് നോക്കിയാൽ അതിൻ്റെ പാറ്റേൺ വരുന്നത് 2 ചെയിൻ സ്റ്റിച്ച്, പിന്നെ 3 ട്രിപ്പിൾ ക്രോഷേ. അത് കഴിഞ്ഞ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് 2 ചെയിൻ സ്റ്റിച്ച് തന്നെയാണ്. നമ്മൾ അതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ തന്നെയാണ് ഈ ഒരു പെറ്റൽ എൻഡ് ചെയ്യുന്നതും. അപ്പോൾ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം, അതായത് മൂന്നാമത്തെ ട്രിപ്പിൾ ക്രോഷേ കഴിഞ്ഞ് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സെയിം സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്യുവാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഞാൻ 2 ലൂപ്പിനകത്തൂടെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവറിൻ്റെ ഈ ഒരു പെറ്റൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ. അപ്പം ഇനി നമ്മൾ ഈ ഒരു ഫുൾ മാജിക് റിങ്ങിലും ഇപ്പോൾ എത്ര സിംഗിൾ ക്രോഷയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്, അത്രയും സിംഗിൾ ക്രോഷയിലും ഇപ്പോൾ ചെയ്ത സെയിം പാറ്റേൺ റിപ്പീറ്റാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളിനി അടുത്ത സ്റ്റിച്ചിൽ വർക്ക് ചെയ്യാൻ പോകുമ്പം എങ്ങനെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ, ഡയറക്റ്റ് ആ ഒരു സ്റ്റിച്ചിലേക്ക് നമ്മുടെ ഹുക്ക് ഇതേപോലെ പുള്ളി ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടാണ് ഒന്നാമത്തെ പെറ്റൽ കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ഇട്ടിട്ടാണ് നമ്മൾ അടുത്ത ഒരു സ്റ്റിച്ചിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 2 ചെയിൻ സ്റ്റിച്ച്, പിന്നെ 3 ട്രിപ്പിൾ ക്രോഷേ, പിന്നെയും 2 ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഈ ഒരു 6 സിംഗിൾ ക്രോഷയിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങൾ 5 എണ്ണമാണ് എടുക്കുന്നതെങ്കിൽ 5 എണ്ണം. അപ്പോൾ നമ്മൾ ടോട്ടൽ എൻഡിലെത്തുമ്പോഴേക്ക് അത്രയും പെറ്റൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ ഫ്ലവറിൻ്റെ. ഇപ്പോൾ ഞാൻ ഈ ഒരു 6ാമത്തെ പെറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ലാസ്റ്റത്തെ
ആ 2 ചെയിൻ സ്റ്റിച്ച് കൂടെ ചെയ്തതിന് ശേഷം ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ആ സെയിം സ്റ്റിച്ചിലല്ല, ചെറിയൊരു വ്യത്യാസം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിലേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അവിടെ ചെറിയൊരു ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് ക്ലോസ് ചെയ്തു എന്ന് മാത്രം. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ചെയിൻ സ്റ്റിച്ച് എവിടെയാണോ അവിടെ നമ്മളിപ്പോൾ ഓൾറെഡി എത്തിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ എൻഡും കൂടെ ഇതേപോലെ അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടു, ഇപ്പം നമുക്കത് കുറച്ചുകൂടെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്രയും ചെയ്തതിൻ്റെ ശേഷം നമ്മുടെ യാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കുറച്ച് നീളത്തിൽ ഇതേപോലെ യാൻ ഇട്ടതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. കാരണം നമുക്കത് തുന്നി ഇതിനകത്തേക്ക് പിടിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് എന്നിട്ട് മാത്രമേ നമ്മൾ ഹുക്ക് ഊരാൻ പാടുള്ളൂ. ഇതേപോലെ പുറത്തേക്ക് പുള്ള് ചെയ്ത് കൊടുക്കണം. ഡയറക്റ്റ് ഹുക്ക് ഊരിയെടുക്കരുത്, എന്നാലേ അവിടെ ഒരു കെട്ട് വീണ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു സെയിം സ്റ്റിച്ചിൻ്റെ പുറകു വശത്തു നിന്ന് ഞാനൊന്ന് ഹുക്ക് ഇതേപോലെ അകത്തേക്ക് എടുക്കുവാണ്. എന്നിട്ട് ചെയ്യുന്നത് ഈ ഒരു യാൻ്റെ അറ്റം മെല്ലെ ഒന്ന് പുറകിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. അത് നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മുടെ കെട്ട് കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാജിക് റിങ്ങിൻ്റെ ഒരു എൻഡും അതേപോലെ നമ്മൾ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞതിൻ്റെ എൻഡും, അങ്ങനെ 2 ടെയിൽ നമ്മുടെ യാന് കിട്ടും. ഇത് രണ്ടും കൂടെ ഒന്ന് മെല്ലെ കൂട്ടി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇത് ഡയറക്റ്റ് ഇതേപോലൊരു സൂചിയോ എടുത്തിട്ട് തുന്നി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഒരു കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇല്ലെങ്കിലെന്ന് വെച്ചാൽ നമ്മളിത് 2 തവണ കെട്ടിട്ട് ഇതേപോലെ തുന്നേണ്ട വരും. ഇതിപ്പോൾ ഞാൻ തുന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അങ്ങ് റാൻഡമായിട്ട് തുന്നി വെക്കരുത്. ക്രോഷേ പ്രൊജക്ട്സ് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ വെറുതെ റാൻഡമായിട്ട് ഏതെങ്കിലും സ്റ്റിച്ചിൽ കൂടെ എടുക്കുമ്പം ഇത് കണ്ടോ, അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ആ ഒരു സൂചി കാണുന്നത് കണ്ടോ, അപ്പോൾ അതിലെയൊക്കെ നമ്മുടെ നൂല് കയറുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ബാക്കിൽ എടുക്കുന്ന നൂല് ഫ്രണ്ടിൽ വരാത്ത രീതിക്ക് വേണം നമ്മൾ ഈ ഒരു നൂല് ഇതുപോലെ തുന്നി വെക്കാനായിട്ട്. അപ്പോൾ അതിനൊരു ടിപ്പാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. നമ്മളത് തുന്നുന്ന സമയത്ത് മെല്ലെ ഒന്ന് അപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ മതി, നമ്മുടെ സൂചി അപ്പുറത്ത് കാണുന്നുണ്ടോ എന്ന്. ഇല്ലയെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് തുന്നാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ റഫായിട്ട് ചെയ്ത് നോക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ 2 എൻഡും ഇതുപോലെ തന്നെ തുന്നി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഫ്ലവറിനെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് അതിൻ്റെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നോക്കിക്കേ, നല്ല ഫ്ലഫി ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ കുട്ടി കുട്ടി ഫ്രോക്കുകൾ, അല്ലെങ്കിൽ നമ്മുടെ ബാഗുകൾ, പിന്നെ നമ്മൾ ഹെയർ ബണ്ണിൽ, ഇനി കീ ചെയിനായിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ നമ്മളുടെ ഇമാജിനേഷനിൽ എന്താണോ ഐഡിയ വരുന്നത് അങ്ങനെ നമുക്കിതിനെ യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഇത് നമ്മുടെ മാത്രം പ്രൊജക്റ്റാണ്. ഈ ഒരു ഫ്ലവറിനെ നിങ്ങൾ എങ്ങനെയാണ് യൂസ്ഫുള്ളാക്കി മാറ്റിയതെന്ന് കമൻസിൽ പറയാൻ മറക്കരുത് കേട്ടോ. പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ തരണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇതേപോലുള്ള ഒരുപാട് സിമ്പിൾ ട്യൂട്ടോറിയൽസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നെന്തായാലും ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.